ഹരി ഓം. എല്ലാവർക്കും ഈ സായം സന്ധ്യയിലേക്ക് ഹാർദവമായ സ്വാഗതം. സംസ്കാര സംഘടന സേവ SPYSS NYC ഓൺലൈൻ മലയാളം യോഗ ക്ലാസിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന എല്ലാ ചൊവ്വാഴ്ചയും ചില വെള്ളിയാഴ്ചകളിലും നടത്തിവരുന്ന നാരായണീയ അധ്യയന ക്ലാസ് ഇന്ന് 103-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നിവിടെ അധ്യയനം ചെയ്യുന്നത് ദശകം 93 24 ഗുരുക്കന്മാർ എന്ന ഭാഗമാണ്. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് പ്രമീളയൊക്കെയാണ്. ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നത് ജയശ്രീ കൃഷ്ണകുമാറക്ക. ചാൻഡിങ് റിപ്പിറ്റേഷൻ ചെയ്യുന്നത് ലതാമോഹനക്ക 1 മുതൽ 4 ശ്ലോകം, ഓമനക്കുട്ടിയക്ക 5 മുതൽ 7 ശ്ലോകങ്ങൾ, ജയന്തൻ അണ്ണൻ 8 മുതൽ 10 വരെയുള്ള ശ്ലോകം. ഇതിന്റെ എല്ലാ വിശദീകരണം നൽകുന്നത് ജ്യോതിയൊക്കെയാണ്. ബാക്കപ്പിനായി ഗിരിജയൊക്കെയും നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഭക്തിസാന്ദ്രമായ സന്ധ്യയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകത്തിനായി പ്രമീളക്കയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോമക്ക. ധ്യാന ശ്ലോകം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശം അനിശം ഹൃദി ഭാവയാമി. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശ്രീ മഹാഗണപതയേ നമഃ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദജ്ഞോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഘപരിതപ്തജനായ യോഗാത് നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വത്यै നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോമക്ക. അടുത്തായി ചാൻഡിങ് ഗൈഡൻസിനായി ജയശ്രീയൊക്കെയും റെപ്പിറ്റേഷനായി ലതാമോഹനക്ക, ഓമനക്കുട്ടിയക്ക, ജയന്തനണ്ണൻ ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരിയോം. ഹരിയോം. ദശകം 93 24 ഗുരുക്കന്മാർ. ആദ്യം പദച്ഛേദം നോക്കാം. ശ്ലോകം 1. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയി ഉപാവേശിതാത്മാ സർവം ത്യക്താചരേയം സകലം അപി ജഗത് വീക്ഷ്യ മായാവിലാസം നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷ അവബോധേ വിധിഹി വാ വ്യാസേധഃ വാ കഥം തൗ ത്വയി നിഖിത മതിഹി ഭീത വൈഷമ്യ ബുദ്ധി. നമുക്ക് ശ്ലോകം നോക്കാം. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്താചരേയം സകലമപി ജഗത്
വീക്ഷ്യ മായാവിലാസം. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യ മായാവിലാസം. നാനാത്വാദ് ഭ്രാന്തിജന്യാത് സരി ഖലു ഗുണ ദോഷാവബോധേ വിധിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതിർ വീതവൈഷമ്യബുദ്ധേ. നാനാത്വാദ് ഭ്രാന്തി ജന്യാത് സധി ഖലു ഗുണദോഷാവബോധ വിധിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതേ വേദവൈഷമ്യ ബുദ്ധേ. ശ്ലോകം മുഴുവൻ നോക്കാം. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗത് വീക്ഷ്യ മായാവിലാസം. നാനാത്വാദ് ഭ്രാന്തിജന്യാത് സരി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതിർ വീതവൈഷമ്യബുദ്ധേ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യ മായാവിലാസം. നാനാത്വാദ് ഭ്രാന്തിജന്യാത് സധി ഖലു ഗുണദോഷാവബോധേ വിനിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതിർവേദവൈഷമ്യ ബുദ്ധേ. ശ്ലോകം 2 പദച്ഛേദം. ശ്രുത തൃഷ്ണാലോപ മാത്രേ സതത കൃത ധിയോ ജന്തവഃ സന്ധ്യ അനന്താഃ തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷ ഇഹ വര തത് ജനിഃ ദുർലഭൈവഃ തത്ര അഭി ആത്മാത്മന സ്യാദഃ സുഹൃദ അപി ച രിപുഃ യാ സ്വയി ന്യസ്തചേതാഃ താപോച്ഛിത്തേർ ഉപായം സ്മരതി സ ഹി സുഹൃദ് സ്വ ആത്മവൈരി തദഹ അന്യഃ. ശ്ലോകം നോക്കാം. ക്ഷുതൃഷ്ണാലോപമാത്രേ സതത കൃതധിയോ ജന്തവഃ സന്ധ്യനന്ദ തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈഃ വര സ്തജ്ജനർദുർലഭൈവ. ക്ഷുതൃഷ്ണാലോപമാത്രേ സതത കൃതധിയോ ജന്തവഃ സന്ധ്യനന്ദ തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈഃ വര സ്തജ്ജനിർദുർലഭൈവ. തത്രാപ്യാത്മാത്മനസ്യ സുഹൃദഭിജരിപുർ യസ്ത്വയി ന്യസ്തചേതാ താപോച്ഛിത്തേർ ഉപായം സ്മരതി സ ഹി സുഹൃദ് സ്വാത്മവൈരി തതോന്യാ. തത്രാപ്യാത്മാത്മനസ്യാത് സുഹൃദഭിചരിപു യസ്ത്വയി ന്യസ്തചേതാ താപോച്ഛിത്തേരുപായം സ്മരതി സ ഹി സുഹൃദ് സ്വാത്മവൈരി തതോന്യാ. ക്ഷുതൃഷ്ണാലോപമാത്രേ സതത കൃതധിയോ ജന്തവഃ സന്ധ്യനന്ദ തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈഃ വര സ്തജ്ജനർദുർലഭൈവ. തത്രാപ്യാത്മാത്മനസ്യ സുഹൃദഭിജരിപുർ യസ്ത്വയി ന്യസ്തചേതാ താപോച്ഛിത്തേരുപായം സ്മരതി സ ഹി സുഹൃദ് സ്വാത്മവൈരി തതോന്യാ. ക്ഷുതൃഷ്ണാലോപമാത്രേ സതത കൃതധിയോ ജന്തവഃ സന്ധ്യനന്ദ തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈഃ വര സ്തജ്ജനിർദുർലഭൈവ. തത്രാപ്യാത്മാത്മാനസ്യ സുഹൃദഭിചരിപു യസ്ത്വയി ന്യസ്തചേതാ താപോച്ഛിത്തേരുപായം സ്മരതി സ ഹി സുഹൃദ് സ്വാത്മവൈരി തതോന്യാ. ശ്ലോകം
3 പദച്ഛേദം. ത്വത് കാരുണ്യേ പ്രവൃത്തെ ക ഇവ നഹി ഗുരുഃ ലോകവൃത്തെ അഭി ഭൂമൻ സർവാക്രാന്ത അഭി ഭൂമിഃ നഹി ചലതി തതഃ സക്ഷമാം ശിക്ഷയേയം യജ്ഞീയാം ഈശ തത് വിഷയ പരിചയേ അഭി അപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ച ആത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപത ച. ശ്ലോകം നോക്കാം. ത്വത്കാരുണ്യേ പ്രവൃത്തെ കൈവ നഹി ഗുരുർ ലോകവൃത്തെ വിഭൂമൻ സർവാക്രാന്താഭി ഭൂമിർനഹി ചലതി തദാ സക്ഷമാം ശിക്ഷയേയം. ത്വത്കാരുണ്യേ പ്രവൃത്തേക ഇവ നഹി ഗുരു ലോകവൃത്തെ വിഭൂമൻ സർവാക്രാന്താഭി ഭൂമിർനഹി ചലതി തദ സക്ഷമാം ശിക്ഷയേയം. യജ്ഞീയാമീശ തത് വിഷയപരിചയേപ്യപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപത ച. ഗൃഹ്ണീയാമീശ തദ്വിഷയ പരിചയേപ്യപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപതാ ച. ത്വത്കാരുണ്യേ പ്രവൃത്തെ കൈവ നഹി ഗുരുർ ലോകവൃത്തെ വിഭൂമൻ സർവാക്രാന്താഭി ഭൂമിർനഹി ചലതി തദാ സക്ഷമാം ശിക്ഷയേയം. യജ്ഞീയാമീശ തത് വിഷയപരിചയേപ്യപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപത ച. ത്വത്കാരുണ്യേ പ്രവൃത്തെ കൈ നഹി ഗുരു ലോകവൃത്തെ വിഭൂമൻ സർവാക്രാന്താഭി ഭൂമിർനഹി ചലതി തദ സക്ഷമാം ശിക്ഷയേയം. ഗൃഹ്ണീയാമീശ തദ്വിഷയ പരിചയേപ്യപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപതാ ച. ശ്ലോകം 4 പദച്ഛേദം. സ്വച്ഛഃ സ്യാം പാവനോ അഹം മധുര ഉദകവത് വന്യവത് മാ സ്മ ഗൃഹ്ണാം സർവ അന്യീ നഹ അപി ദോഷം തരുഷു തം ഇവ മാം സർവഭൂതേഷു അഭയാം പുഷ്ടെ നഷ്ടിം കലാനാം ശശിന ഇവ തനൂർ ആത്മനോ സ്ഥിതി വിദ്യാം തോയാദി വ്യസ്ത മാർത്താണ്ഡവത് അഭിച തനുഷു ഏകതാം ത്വത് പ്രസാദാത്. ശ്ലോകം. സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവത് വന്യവത് മാസ്മഗണാം സർവാനീനോപി ദോഷം തരുഷുതം ഇവ മാം സർവഭൂതേഷ്വവേയാം. സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവത് വന്യവത്മാസ്മഗൃഹ്ണാം സർവാനിന്യോപി ദോഷം തരുഷു തമിവ മാം സർവഭൂതേഷു വേയാം. പുഷ്ടിർനഷ്ടി കലാനാം ശശിന ഇവ തനൂർ ആത്മനോ സ്ഥിതി വിദ്യാം തോയാദിവ്യസ്തമാർത്താണ്ഡവദപി ച തനുഷ്യേകതാം ത്വത്പ്രസാദാത്. പുഷ്ടിർനഷ്ടികലാനാം ശശിന ഇവ തനോ ആത്മനോ സ്ഥിതി വിദ്യാം തോയാദിവ്യസ്തമാർത്താണ്ഡ വദപി ച തനുഷ്യേകതാം ത്വത്പ്രസാദാത്. സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവത് വന്യവത് മാസ്മഗണാം സർവാനീനോപി ദോഷം തരുഷുതം ഇവ മാം സർവഭൂതേഷ്വവേയാം. പുഷ്ടിർനഷ്ടി കലാനാം ശശിന ഇവ തനൂർ
നാത്മനോസ്തീതി വിദ്യാം തോയാദിവ്യസ്തമാർത്താണ്ഡവത വിജതനു ശ്വേകതാം ത്വത്പ്രസാദാത്. സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവദ് വന്യവന്മാസ്മ ഗൃഹ്ണാം സർവാനിന്യോപി ദോഷം തരുഷുതം ഇവ മാം സർവഭൂതേഷ്വേയം പുഷ്ടിർനഷ്ടികലാനാം ശശിന ഇവ തനോനാത്മനോസ്തിതി വിദ്യാം തോയാദ്യവ്യസ്തമാർത്താണ്ഡവദ അഭിചതനുക്ഷേകത് ശ്വേകതാം ത്വത്പ്രസാദാത്. ശ്ലോകം 5 പദച്ഛേദം. സ്നേഹാത് വ്യാധാത്ത പുത്ര പ്രണയ മൃത കപോദായിതോ മാ സ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഹേയ ക്ഷുധം അഭിശയുവത് സിന്ധുവത് സ്യാം അഗാധ മാ പപ്തം യോഷിത ആദൗ ശിഖിനി ശലഭവത് ഭൃംഗവത് സാരഭാഗി ഭൂയാസം കിന്തു തദ്വത് ധനചയനവശാത് മാഹം ഈശ പ്രണേശം. ശ്ലോകം. സ്നേഹാദ്വ്യാധാത്ര പുത്രാ പ്രണയമൃതകപോതായിതോ മാസ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഖേയാക്ഷുതമഭിഷയുവത് സിന്ധുവസ്യാം അഗാധ. സ്നേഹാദ്വധാതപുത്ര പ്രണയമൃതകപോതായിതോ മാസ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഖേയ ക്ഷുതമഭിഷയുവത് സിന്ധുവൽസ്യാമഗാധ. മാപപ്തം യോഷിതാദൗ ശിഖിനി ശലഭവത് ഭൃംഗവത് സാരഭാഗി ഭൂയാസം കിന്തു തദ്വദ്ധനചയനവശാത് മാഹം ഈശ പ്രണേശം. മാപപ്തം യോഷിതാദൗ ശിഖിനി ശലഭവത് ഭൃംഗവത് സാരഭാഗി ഭൂയാസം കിന്തു തദ്വനചയനവശാത് മാഹമീശ പ്രണേശം. സ്നേഹാദ്വ്യാധാത്ത പുത്ര പ്രണയമൃതകപോതായിതോ മാസ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഖേയാക്ഷുതമപി ശയുവത് സിന്ധുവസ്യാം അഗാധ മാപപ്തം യോഷിതാദൗ ശിഖിനി ശലഭവത് ഭൃംഗവത് സാരഭാഗി ഭൂയാസം കിന്തു തദ്വദ്ധനചയനവശാത് മാഹമീശ പ്രണേശം. സ്നേഹദ്വധാതപുത്ര പ്രണയമൃതകപോതായിതോ മാസ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഖേയ ക്ഷുതമഭിഷയുവത് സിന്ധുവൽസ്യാമഗാധ മാപപ്തം യോഷിതാദൗ ശിഖിനി ശലഭവത് ഭൃംഗവത് സാരഭാഗി ഭൂയാസം കിന്തു തദ്ധനചയനവശാത് മാഹമീശ പ്രണേശം. ശ്ലോകം 6 പദച്ഛേദം. മാ വ്യത്യാസം തരുണ്യ ഗജഃ ഇവ വശയാ ന ആർജയേയം ധനൗഘം ഹർത്ത അന്യസ്തംഹി മാധ്വീഹര ഇവ മൃഗവത് മാബുഹം ഗ്രാമ്യഗീതൈഃ ന അത്യാസജ്ജേയ ഭോജ്യേ ജഷ ഇവ വെളിശേ പിംഗളാവത് നിരാശഃ സൂപ്യാം ഭർത്തവ്യയോഗാത് കുരര ഇവ വിഭൂ സാമിഷോ അന്യൈ ന അന്യൈ. ശ്ലോകം. മാ വ്യത്യാസം തരുണ്യാ ഗജൈവ വശയാ നാർജയേയം ധനൗഘം ഹാർത്താന്യസ്തം കിമാധ്വീ ഹരൈവ മൃഗവത് മാമുഹം ഗ്രാമ്യഗീതൈഃ. മാ വ്യത്യാസം തരുണ്യാ ഗജൈവ വശയാ നാർജയേയം ധനൗഘം ഹർത്താന്യസ്തം കിമധ്വാ മാധുരീഹരൈവ മൃഗവത് മാമുഖം ഗ്രാമ്യഗീതൈഃ. നാത്യാസജ്ജേയ പൂജ്യേ ചഷലിവ ബലിശേ പിംഗളാവത് നിരാശഃ സുപ്യാം ഭർത്തവ്യയോഗാത് കുരര ഇവ വിഭോ സാമിഷോന്യൈർന ഹന്യൈ.
നാത്യാസജ്ജേയ ഭോജ്യൈ ജഷൈവ ബലിശേ പിംഗളാവന്നിരാശ സുപ്യാം ഭർത്തവ്യയോഗാത് കുരര ഇവ വിഭോ സാമിഷോ നർണഹന്യൈ മാവേധ്യാസം തരുണ്യാ ഗജൈവ വശയാ നാർജയേയം ധനൗഘം ഹർത്യാന്യസ്തം കിമാധ്വീ ഹരൈവ മൃഗവത് മാമുഖം ഗ്രാമ്യഗീതൈഃ ജ്ഞാത്യാസജ്ജേയ പൂജ്യേ ഛഷൈവ ബലിശേ പിംഗളാവത് നിരാശ സുപ്യാം ഭർത്തവ്യയോഗാത് പുരര ഇവ വിഭോ സാമിഷോ നൈർനഹന്യൈ മാവ്യത്യാസം തരുണ്യാ ഗജൈവ വശയാ നാർജയേയം ധനൗഖം ഹാർത്തന്യാസ്തം ഹിമാധിഹര്യ ഇവ മൃഗവത് മാമുഖം ഗ്രാമ്യഗീതൈ നാത്യാസജ്ജേയ ഭോജ്യൈ ജഷൈവ ബലിശേ പിംഗളാവന്നിരാശ സുഭ്യാം ഭർത്തവ്യയോഗാത് കുരര ഇവ വിഭോ സാമിഷോ നർണഹന്യൈ. ശ്ലോകം 7 പദച്ഛേദം. വർത്തേയ ത്യക്തമാനഃ സുഖം അതിശിശുവത് നിസ്സഹായശ്ചരേയം കന്യായ ഏകശേഷോ വലയ ഇവ വിഭോ വർജിതാഗ്നി അന്യൂന്യ ഘോഷഃ ത്വത് ചിത്തോ നാ അവബുദ്ധ്യൈ പരം വിശ്വകൃത ഇവ ശ്മാഭൃതാ യാന ഘോഷം ഗേഹേഷു അന്യ പ്രണീതേഷു അഹിർ ഇവ നിവാസാനി ഉന്തിരോർ മന്ദിരേഷു. ശ്ലോകം. വർത്തേയത്വക്തമാനാ സുഖമതിശിശുവത് നിസ്സഹായശ്ചരേയം കന്യായാ ഏകശേഷോ വലയ ഇവ വിഭോ വർജിതാന്യോന്യഘോഷാ. വർത്തേയത്വക്തമാനഃ സുഖമതിശിശുവത് നിസ്സഹായശ്ചരേയം കന്യായാ ഏകശേഷോ വലൈവ വിഭോ വർജിതാന്യോന്യഘോഷാ. ത്വച്ചിത്തോ നാവബുദ്ധേ പരമിഷു കൃതിവ ക്ഷ്മാഭൃതായാനഘോഷം ഗേഹേഷ്വന്യപ്രണീതേഷു ഗിരിവ നിവാസാൻ ഉന്തിരോർമന്ദിരേഷു. ത്വച്ചിത്തോ നാവബുദ്ധ്യൈ പരമിഷു കൃതിവൻ മാഭൃതായാനഘോഷം ഗേഹേഷ്വന്യപ്രണീതേഷു ഗിരിനിവസാനുന്ദുരോർമന്ദിരേഷു. വർത്തേയത്യുത്തമാനാ സുഖമതിശിശുവത് നിസ്സഹായശ്ചരേയം കന്യായാ ഏകശേഷോ വലയ ഇവ വിഭോ വർജിതാന്യോന്യഘോഷാ. ത്വച്ചിത്തോ നാവബുദ്ധ്യൈ പരമിഷു കൃതിവ ക്ഷ്മാഭൃതായാനഘോഷം ഗേഹേഷ്വന്യപ്രണീതേഷു ഗിരിവ നിവസാൻ ഉന്തിരോർമന്ദിരേഷു. വർത്തേയത്യക്തമാനഃ സുഖമതിശിശുവത് നിസ്സഹായശ്ചരേയം കന്യായാ ഏകശേഷോ വലയ ഇവ വിഭോ വർജിതാന്യോന്യഘോഷാ. ത്വച്ചിത്തോ നാവബുദ്ധ്യൈ പരമിഷു കൃതിവ ക്ഷ്മാവൃതായാനഘോഷം ഗേഹേഷ്വന്യപ്രണീതേഷു ഗിരിനിവസാ ഇന്ദിരോർമന്ദിരേഷു. ശ്ലോകം 8 പദച്ഛേദം. ത്വയി ഏവ ത്വത് കൃതം ത്വം ക്ഷപയസി ജഗത് ഇതി ഊർണനാഭാത് പ്രതീയാം ത്വത് ചിന്ത ത്വത് സ്വരൂപം കുരുത ഇതി ദൃഢം ശിക്ഷയേ പേശകാരാത് വിഡ്ഭസ്മാത്മാ ച ദേഹഃ ഭവതി ഗുരുവരോ യോ വിവേകം വിരക്തിം ദത്തേ സംചിന്യമാനോ മമ തു ബഹുരുജ പീഡിതോ അയം വിശേഷാത്. ശ്ലോകം. ത്വയ്യേവ ത്വത്കൃതം ത്വം ക്ഷപയസി ജഗദേത്യൂർണനാഭാത് പ്രതീയാം ത്വച്ഛിന്താ ത്വത്സ്വരൂപം പുരുത ഇതി ദൃഢം ശിക്ഷയേ പേശകാരാത്.
त्वय्येव त्वत्कृतं त्वं शपयसि जगदि तूर्णनाभात् प्रदीयां त्वच्चिन्तारुत्स्वरूपं कुरुत इति दृढं शिक्षये पेशकारात् विट्भस्मात्मा च देहो भवति गुरुवरो यो विवेकं विरक्तिं धत्ते संचिन्त्यमानो मम तु बहुरुजा पीडितोऽयं विशेषात् विड्भस्मात्मा च देहो भवति गुरुवरो यो विवेकं विरक्तिं दत्ते सञ्चिन्त्यमानो मम तु बहुरुजा पीडितोऽयं विशेषात् त्वय्येव त्वत्कृतं त्वं क्षपयसि जगदेत्युर्ननापात् प्रदीयां त्वच्चिन्ता त्वत्स्वरूपं कुरुत इति दृढं शिक्षये पेशकारात् विट्भस्मात्मा च देहो भवति गुरुवरो यो विवेकं विरक्तिं धत्ते संचिन्त्यमानो मम तु बहुरुजा पीडितोऽयं विशेषात् त्वय्येव त्वत्कृतं त्वं शपयसि जगदि तूर्णनाभात् प्रदीयां त्वच्चिन्तारुत्स्वरूपं कुरुत इति दृढं शिक्षये पेशकारात् विड्भस्मात्मा च देहो भवति गुरुवरो यो विवेकं विरक्तिं दत्ते सञ्चिन्त्यमानो मम तु बहुरुचा पीडितोऽयं विशेषात् ശ്ലോകം 9 പദച്ഛേദം ഹി ഹി മേ ദേഹമോഹം ത്യജ പവനപുരാധീശ യത് പ്രേമഹേതോർ ഗേഹേ വിത്തേ കളത്ര ആദിഷു ച വിവശിതാഃ ത്വത്പദം വിസ്മരന്തി സോഹ അയം വന്യേ ശുനോ വാ പരം ഇഹ പരത സാമ്പ്രതം ചാക്ഷികർണ त्वग जिह्वा आद्या विगर्षन्ति अवश्यम् अत इतः को अपि न त्वत्पादाब्जे श्लोकम् हि हि मे देहमोहं त्यज पवनपुरा तिष्ययेत् प्रेमहेतोर्गेहे वित्ते कलत्रादिषु च विवशिता त्वत्पदं विस्मरन्ति हि मे देहमोहं त्यज पवनपुरा तिष्ययेत् प्रेमहेतोर्गेहे वित्ते कलत्रादिषु च विवशिता त्वत्पदं विस्मरन्ति सोऽयं वन्येषु नो वा परमिह परदा साम्प्रतं चाक्षिकन्ना त्वज्जिह्वाद्या विकर्ष्यन्तवशमतमिदा कोऽपि न त्वत्पदाब्जे सोऽयं वन्येषु नो वा परमिह परत साम्प्रतं चाक्षिकर्ण त्वज्जिह्वाद्या विकर्षन्त्य वशमद इद कोऽपि न त्वत्पदाब्जे हि हि मे देहमोहं त्यज पवनपुरा तिष्ययेत् प्रेमहेतोर्गेहे वित्ते कलत्रादिषु च विवशिता त्वत्पदं विस्मरन्ति सोऽयं वन्येषु नो वा परमिह परदा साम्प्रतं चाक्षिकर्णा त्वज्जिह्वाद्या विकर्ष्यन्तवशमतमिदा कोऽपि न त्वत्पदाब्जे हि मे देहमोहं त्यज पवनपुरातिशयत् प्रेमहेतोर्गेहे वित्ते कलत्रादिषु च विवशिता त्वत्पदं विस्मरन्ति सोऽयं वन्येषु नो वा परमिह परत साम्प्रतं चाक्षिकर्ण त्वज्जिह्वाद्या विकर्षन्त्य वशमद इद कोऽपि न त्वत्पदाब्जे श्लोकं 10 पदच्छेदं दुर्वारः देह मोहो यदि पुनः अधुना तर्हि निशेषयोगान् कृत्वा भक्तिं दृढिष्टां कुरु तव पदपङ्केरुहे पङ्कजाक्षा नूनं नाना भव अन्ते समधिगतम् अमुं मुक्तिदं विप्रदेहम्
ക്ഷുദ്രേ ഹാ ഹന്ത മാമാ മാ മാ ക്ഷിപ വിഷയരസേ പാഹി മാം മാരുദേശ. ദുർവാരോ ദേഹമോഹോ യദി പുനരധുനാ തർഹി നിശേഷരോഗാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ടാം കുരു തവ പദപങ്കേരുഹേ പങ്കജാക്ഷ. ദുർവാരോ ദേഹമോഹോ യദി പുനരുധുനാ തർഹി നിശേഷരോഗാൻ കൃത്വാ ഭക്തിം ദൃഢിഷ്ഠാം കുരു തവ പദപങ്കേരുഹേ പങ്കജാക്ഷ. നൂനം നാനാ ഭവന്തേ സമധിഗതമമും മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാ ഹന്ത മാമാ ക്ഷിപ വിഷയരസേ പാഹി മാം മാരുദേശ. നൂനം നാനാ ഭവന്തേ സമധിഗതമിമം മുഷ്ടിദം വിപ്രദേഹം ക്ഷുദ്രേഹാ ഹന്ത മാമാ ക്ഷിപ വിഷയരസേ പാഹി മാം മാരുദേശ. ദുർവാരോ ദേഹമോഹോ യദി പുനരധുനാ തർഹി നിശേഷരോഗാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ടാം കുരു തവ പദപങ്കേരുഹേ പങ്കജാക്ഷ. നൂനം നാനാ ഭവന്തേ സമധിഗതമമും മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാ ഹന്ത മാമാ ക്ഷിപ വിഷയരസേ പാഹി മാം മാരുദേശ. ദുർവാരോ ദേഹമോഹോ യദി പുനരധുനാ തർഹി നിശേഷരോഗാൻ കൃത്വാ ഭക്തിം ദൃഢിഷ്ടാം കുരു തവ പദപങ്കേരുഹേ പങ്കജാക്ഷ. നൂനം നാനാ ഭവാന്തേ സമധിഗതമിമം മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാ ഹന്ത മാമാ ശിവ വിഷയരസേ പാഹി മാം മാരുദേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഈ ശ്ലോകങ്ങളുടെ വിശദീകരണത്തിനായി ജ്യോതിയൊക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. ഹരി. ദശകം നമ്മള് നാരായണീയത്തിന്റെ അവസാനത്തെ ദശകങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോ ഇനിയാണ് ഭാഗവതത്തിന്റെ അവസാനത്തിലേക്ക് പോകുന്തോറുമാണ് ഏറ്റവും കൂടുതൽ ഇത്രയും കാലം നമ്മൾ കഥകളാണ് കേട്ടുകൊണ്ടിരുന്നത് എങ്കിൽ ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഭാഗവതത്തിന്റെ സാരാംശങ്ങളാണ്. എന്താണ് ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തില് നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് കാണിച്ചു തരുന്നത് 90 മുതൽ അതിനുശേഷമുള്ള അധ്യായങ്ങളിലാണ്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ദശകം 93 24 ഗുരുക്കന്മാർ എന്നുള്ള അധ്യായം. അതായത് ശ്രീമദ് ഭാഗവതത്തില് ഏകാദശ സ്കന്ധത്തില് 7 അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ ഉദ്ധവർക്ക് ഗീത ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കേട്ടിരിക്കുന്നത് സാധാരണ ഭഗവാൻ ആർക്ക് ഉപദേശിച്ച ഗീതയാണ്? അർജുനന് ഉപദേശിച്ച ഗീതയാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലെ? അങ്ങനെയല്ല, ഗീതകൾ ഒരുപാടുണ്ട്. അപ്പൊ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്ത ഗീതയാണ് ഉദ്ധവ ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഉദ്ധവ ഗീതയില് തന്നെ ഭഗവാൻ എടുത്തു പറയുന്നതാണ് ഈ പറയുന്ന അവധൂത ഗീത എന്ന് പറയുന്നത്. ഉദ്ധവ ഗീത ഉണ്ട്, അത് വേറെയാണ്. അതിൽ എടുത്തു പറയുന്നതാണ് അവധൂത ഗീത എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ അവധൂത ഗീത? ഇത് വളരെ ഒരുപാട് 24 ഗുരുക്കന്മാരെ കുറിച്ചിട്ട്, ഭൂമിയിലുള്ള ഓരോന്നും നമുക്ക് ഗുരുക്കന്മാരാണ്. ഓരോന്നിൽ നിന്നും നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ട്. പക്ഷെ അവധൂതനായി വന്നിട്ടുള്ള ദത്താത്രേയൻ അവധൂതനായി വന്നിട്ട് യദു മഹാരാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഗീതയാണ് അവധൂത ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അത് യദുവംശത്തിലാണല്ലോ ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ യദു മഹാരാജാവ് പറഞ്ഞു കൊടുത്ത് അറിഞ്ഞിട്ടുള്ളതാണ് ഭഗവാൻ എന്താണ് ഈ 24 ഗുരുക്കന്മാരുടെ നിന്ന് ആര് പഠിച്ചത്? ദത്താത്രേയൻ പഠിച്ചത് എന്നുള്ളത്. അപ്പൊ നമുക്ക് തോന്നും വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. ദത്താത്രേയൻ എങ്ങനെ ഇവിടെ ക്യാരക്ടർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രിമുനിയുടെയും അനസൂയാദേവിയുടെയും മകനാണ് ദത്താത്രേയൻ. അനസൂയാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാതിവ്രത്യത്തിന്റെ അങ്ങേ അറ്റമാണ് അനസൂയാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ഈ അനസൂയാദേവിക്ക് അനസൂയാദേവിയുടെ പാതിവ്രത്യം കണ്ടിട്ട് മഹാലക്ഷ്മിക്കും സരസ്വതിക്കും പാർവതി ദേവിക്ക് പോലും അസൂയ വന്നു. അപ്പൊ നോക്കി നോക്കൂ എത്രമാത്രം പാതിവ്രത്യം അനസൂയക്ക് ഉണ്ടാവുന്നു. എന്നിട്ട് ആ അനസൂയയുടെ
പാതിവ്രത്യം പരീക്ഷിക്കാനായിട്ട് സ്വന്തം ഭർത്താക്കന്മാരെ തന്നെ ആര് ഉപയോഗിച്ചു എന്നാ പറയണത്? ഈ ത്രിമൂർത്തികളെ തന്നെ ഉപയോഗിച്ചു അവരുടെ ഭാര്യമാരെ എന്നാണ് പറയണത്. ഈ 3 മൂർത്തികളെയും അനസൂയാദേവിയുടെ അടുത്തേക്ക് വിട്ട സമയത്ത് അനസൂയ ഒരു സ്ത്രീക്ക് എത്രമാത്രം കൗശലത്തോടു കൂടി പെരുമാറാം എന്നുള്ളതാണ്. സ്വന്തം പാതിവ്രത്യം കാത്തു സൂക്ഷിക്കാൻ വേറെ ഒരു സെക്യൂരിറ്റിയും ഒരു സ്ത്രീക്ക് ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് നിൽക്കുന്ന സ്ട്രെങ്ത് ആണ് നമ്മളുടെ ശക്തി എന്നുള്ളത് പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നുണ്ട് അവരങ്ങനെ ഉപദ്രവിച്ചു, ഇവരിങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളത്. പക്ഷേ നമ്മളുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളാണ് എന്നുള്ളത് ഓരോ ഭാഗത്തും എടുത്ത് കാണിച്ചു തരുന്നതാണ് നമ്മളുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ പാരന്റ്സിനും ഇത് പറഞ്ഞു തരാൻ അറിയില്ല, പുതിയ തലമുറയ്ക്കും ഇത് പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ട് കുത്തഴിഞ്ഞ ഒരു ജീവിതം നമ്മുടെ മക്കള് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറയൂ അവരെന്നല്ലാണ്ട് അതൊന്നും ഫോളോ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലല്ല ഇന്നത്തെ സമൂഹം കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ നിരാശകരമായിട്ടുള്ള ഒരു സത്യമാണ്. അപ്പൊ അനസൂയ, ആ പേരെന്നെ നോക്കൂ, അസൂയ ഇല്ലാത്തവൾ. അപ്പോ ആ പാതിവ്രത്യം എടുത്തു കാണിക്കുന്നതാണ് അനസൂയ എന്നുള്ള പേര്. അത് ഇതിൽ പറഞ്ഞിട്ടില്ല, കഥ ഇതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ദത്താത്രേയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അനസൂയയുടെ മകനാണെന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈ അനസൂയ ഈ എന്താണ് പറയണത്, ഈ ശിവനും മഹാവിഷ്ണുവിനും ബ്രഹ്മാവിന് പോലും അസൂയ ജനിപ്പിച്ചു അനസൂയയെ കണ്ടപ്പോ. അവളുമായിട്ട് സമ്പർക്കത്തിന് തോന്നിപ്പോയി എന്നാണ് പറയണത്. അപ്പോ അനസൂയ പറഞ്ഞു, അങ്ങനെ മോഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് മകനായിട്ട് വന്ന് ജനിച്ചോളാൻ പറഞ്ഞു എന്നാണ് പറയണത്. അങ്ങനെ ഈ ത്രിമൂർത്തികളുടെ അംശ ആയിട്ടുള്ള ഒരു അവതാരമാണ് ആര്? ദത്താത്രേയൻ എന്ന് പറയുന്നത്. അനസൂയ ദേവിക്കും അത്രി മഹർഷിക്കും ഉണ്ടായ മകനാണ് ദത്താത്രേയൻ. അതുകൊണ്ടാണ് അദ്ദേഹം ആരായി മാറിയത്? അവധൂതനായി മാറിയത്. ഈ 3 ശക്തികളും കൂടി ചേർന്നപ്പോ അവധൂതനാവാൻ പിന്നെ പാടൊന്നുമില്ലല്ലോ. അപ്പോ അങ്ങനെയാണ് ആ അവധൂതൻ എന്നുള്ള പേരിന് ആരർഹനായതെന്നാ പറയണത്? ദത്താത്രേയൻ അർഹനായതെന്നാണ് പറയണത്. അപ്പൊ യദു മഹാരാജാവ് എല്ലാ തരത്തിലുള്ള സൗഖ്യങ്ങളുമുണ്ട്. പക്ഷേ യദുവിന് എന്താണ് പ്രശ്നം? സന്തോഷമില്ല. അപ്പോ ഈ ഇയാളോട് വന്ന് യദുമഹാരാജാവ് ദത്താത്രേയനോട് വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ സന്തോഷിക്കേണ്ടത്? അങ്ങ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവധൂതനായല്ലോ, ഇത് എങ്ങനെയാണ് ആയത്? അതിനുവേണ്ടി അങ്ങക്ക് എന്താണ് സഹായമായത് എന്നുള്ളത് ചോദിക്കുകയാണ് ചെയ്യണത്. അപ്പൊ ആദ്യത്തെ 2 ശ്ലോകങ്ങളില് ഉദ്ധവര് പറയാണ്, അത് ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ശ്ലോകങ്ങള് ഉദ്ധവർക്ക് കൊടുക്കണ ഉപദേശമാണ്. അപ്പൊ ഉദ്ധവരോട് പറയാണ്, നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വേണ്ട പോലെ ഉപയോഗിക്കാതെ ഭാര്യ മക്കള് അങ്ങനെയുള്ള ആ സുഖലോലുപങ്ങളില് ഇതായിട്ട് നമ്മള് ജീവിതം നശിപ്പിക്കുകയാണല്ലോ ചെയ്യണത്. ഭഗവാനില് ഞാൻ എന്റെ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് ഇതിന് സാധിക്കാതെ നല്ലൊരു രീതി എല്ലാത്തിലും ഈ പഞ്ച ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് എനിക്ക് ഭഗവാനിലേക്ക് എന്റെ സമർപ്പണം തന്നാൽ മാത്രമല്ലേ എനിക്ക് ഒരു മോക്ഷപ്രാപ്തി ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഉദ്ധവര് ചോദിക്കുന്ന സമയത്താണ് ഈ അവധൂത ഗീത ആര് പറയണത്? ഉദ്ധവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ ഒരു റീക്രിയേഷൻ നടത്തുന്നത്. അപ്പൊ ഈ ഈ അവധൂത ഗീതയില് പറയണത് ഓരോന്നിൽ നിന്നും എന്താണ് ഈ അവധൂതൻ പഠിച്ചത് എന്നുള്ളതാണ്. യദു മഹാരാജാവ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അങ്ങ് ഇത്രയും നല്ലൊരു അവധൂതൻ എന്നുള്ള നിലയിലേക്ക് വളർന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഈ ദത്താത്രേയൻ പറയാണ്, ഞാന് ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളിൽ നിന്നും പ്രധാനമായിട്ട് ഒരു 24 എണ്ണത്തിനെ എടുത്തു പറയാണ്. ഇവരിൽ നിന്നെല്ലാമാണ് ഞാൻ ഈ അവധൂതനിലേക്കുള്ള ആ തലത്തിലേക്ക് ഉയരാൻ കാരണം എന്നുള്ളത് പറയാണ് ചെയ്യണത്. അപ്പൊ 3-ാമത്തെ ശ്ലോകം മുതൽ അതാണ് പറയണത്. അപ്പൊ പറയാണ് ആരൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ശ്ലോകം കമ്പയർ ചെയ്യണില്ല. കാര്യം എന്താ വെച്ചാൽ അത് വായിച്ച് ഇത് പറയാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോ ഓരോ ശ്ലോകത്തിലും എന്തിനെ കുറിച്ചാണ് പറയണത് എന്നുള്ളത് ഒന്ന് പറയാം. കാര്യം ഒന്ന് വിശദമായി പറഞ്ഞാലാണ് ഇത് എന്താ ഭൂമിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, എന്താ ആകാശത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. കാര്യം നമ്മൾ പഞ്ചഭൂതങ്ങളെയൊക്കെ സ്ഥിരം കാണുന്നതാണ്. നമ്മൾ അവരിൽ നിന്നും ഒന്നും പഠിക്കണമൊന്നുമില്ല. അപ്പോ അത് എന്താണ് എന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറയണത്. അപ്പൊ ഭൂമിയിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്നുള്ളത് പറയാണ് അവധൂതൻ. ദത്താത്രേയൻ പറയാണ്, മനുഷ്യൻ എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമോ, വേറെ എല്ലാ ജീവജാലങ്ങളെയും എടുത്തു പറയണില്ല, മനുഷ്യൻ എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രമാത്രം ആരെ ഉപദ്രവിക്കുന്നുണ്ട് എന്നാണ് പറയണത്? ഭൂമിയെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയണത്. എന്നിട്ടും എത്രത്തോളം ക്ഷമയോടുകൂടിയാണ് ആ ഭൂമി നമുക്ക് വേണ്ടതെല്ലാം തരുന്നത്. പ്രകൃതിയിൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട് അല്ലേ? പക്ഷേ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല.
മനുഷ്യന് എന്താണ് സംഭവിച്ചത്? മനുഷ്യന് ബുദ്ധി എന്നുള്ളത് ഒന്ന് കൊടുത്തു ദൈവം. അതുകൊണ്ട് ഒന്നിലും നമ്മൾ സംതൃപ്തരല്ല. നമ്മള് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനോ നമ്മള് എന്താണ് ജീവിതം എന്നുള്ളത് മനസ്സിലാക്കാനോ തയ്യാറാകാതെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു പോയിട്ട് പെറ്റ അമ്മയെ പോലും ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഭൂമി എന്നിട്ടും എത്രമാത്രം ക്ഷമിക്കണു. ആ ഭൂമിയുടെ ക്ഷമ ഞാൻ പഠിച്ചത് ഭൂമിയിൽ നിന്നാണ്. എന്റെ ക്ഷമ, അവധൂതന്റെ ക്ഷമ എന്ന ശീലം ഞാൻ പഠിച്ചത് എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്നാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവധൂതൻ. അതാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് പഠിക്കാനുള്ളത്. കാറ്റിൽ നിന്ന്, കാറ്റ് നോക്കൂ, ഈ 3-ാമത്തെ ശ്ലോകത്തിൽ തന്നെയാണ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ കാറ്റിൽ നിന്ന് എല്ലാത്തിനെയും സ്പർശിച്ചുകൊണ്ടാണ് കാറ്റ് പോണത് അല്ലേ? പക്ഷേ ഒന്നിനെയും എന്ത് ചെയ്യണില്ല, ഒന്നിനും ഒട്ടിപ്പിടിക്കുന്നില്ല കാറ്റ്. ചീത്ത മണ്ണുള്ളടത്ത് കൂടെ പോകുന്നുണ്ട്, നല്ല മണ്ണുള്ളടത്ത് കൂടെ പോകുന്നുണ്ട്. കുറച്ച് ദൂരത്തേക്ക് മാത്രമേ ആ സ്മെല്ല് ഉണ്ടാവൂ. അതിന്റെ അടുത്ത സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങനെ കൊണ്ടുപോകുന്നത് അല്ലെ. അതുപോലെ ഇപ്പോ നമ്മള് ഭക്ഷണം ഉള്ളിലേക്ക് കഴിക്കുന്നുണ്ട്, ഉള്ളിലേക്ക് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട്. പക്ഷെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ചീത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും പോകുന്ന കാറ്റും വരുന്ന കാറ്റും എല്ലാം ഒന്ന് തന്നെയാണ് അല്ലെ. ഒന്നിലും ഒട്ടിപ്പിടിക്കുന്നില്ല. ആര്? കാറ്റും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ വേണം നമ്മൾ നമ്മളുടെ ആത്മാവിനെ കൈകാര്യം ചെയ്യാനായിട്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, ഒന്നിലും ഒരു ഒട്ടിപ്പിടുത്തം ഉണ്ടാവരുത്. അത്രയും സ്മൂത്ത് ആയി വേണം അത് ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളതാണ് എന്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? കാറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനുശേഷം ആകാശമാണ്. ആകാശത്തിൽ നിന്ന് എന്താണ് പറയുന്നത്? ഇത് ആകാശം എന്ന് പറയുന്നത് ജീവാത്മാവിനെയും പരമാത്മാവിനെയും തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അവിടെയും ഇത് തന്നെയാണ്. ദേഹവും ആത്മാവും രണ്ടുണ്ട്. പക്ഷെ ഈ ദേഹവും ആത്മാവും ഉണ്ടെന്നുണ്ടെങ്കിലും അതും തമ്മില് യാതൊരു വിധത്തിലുള്ള ഒട്ടിപ്പിടുത്തങ്ങളില്ല. രണ്ടും രണ്ടാണ്. അതുപോലെയാണ് ആകാശം. എവിടെ നോക്കിയാലും ആകാശമുണ്ട്. ആകാശത്തിന്റെ മുകളിൽ കൂടെ മേഘം സഞ്ചരിക്കുന്നുണ്ട്, കാറ്റ് സഞ്ചരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ആകാശത്തിനും തുറന്നതും വിസ്താരവുമായിട്ടുള്ള ഒരു പ്രകൃതമാണുള്ളത്. ആ പ്രകൃതം എനിക്ക് കിട്ടിയത് ആകാശത്തിൽ നിന്നാണ്. അത് ഞാൻ ആകാശത്തിൽ നിന്നാണ് പഠിച്ചത് എന്ന് പറയാണ്. അതിനുശേഷം ഈ 3 ഭൂമിയിൽ നിന്നും, കാറ്റിൽ നിന്നും, ആകാശത്തിൽ നിന്നും പഠിച്ചതാണ് ശ്ലോകം 3 പറയുന്നത്. ശ്ലോകം 4 പറയാണ് ജലം. ജലം അതായത് അഴുക്കില്ലാത്ത തെളിഞ്ഞ വെള്ളം എന്തും ശുദ്ധമാക്കും. അതുപോലെ ഒരു പ്യുവറായി ക്ലാരിറ്റിയുള്ള ഒരു മനസ്സാണ് നമുക്ക് ആവശ്യം. ആ ക്ലാരിറ്റിയുള്ള മനസ്സിലാണ് നല്ലൊരു ആത്മാവ് കുടികൊള്ളുകയുള്ളൂ. അപ്പോ ആ ജലത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് അതാണ്. അതായത് എത്രയും പരിശുദ്ധമായിരിക്കണം എപ്പോഴും നമ്മളുടെ ശക്തി എന്നുള്ളതാണ് ജലത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഇപ്പോ ഈ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, എല്ലാത്തിനും നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ തീർത്ഥാടനങ്ങൾ ചെയ്യാറുണ്ട്. തീർത്ഥാടനം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ദിവസം രാവിലെ എഴുന്നേറ്റാൽ കുളിക്കുന്നുണ്ട്. കുളിക്കുമ്പോൾ നമ്മളുടെ ബാഹ്യശുദ്ധിയാണ് സംഭവിക്കുന്നത്. തീർത്ഥാടനം എന്നുള്ളതിൽ നിന്ന് ആന്തരിക ശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ അമ്പലങ്ങളിലും പോയി തീർത്ഥജലങ്ങളിൽ സ്നാനം ചെയ്യുമ്പോൾ നമ്മളുടെ അന്തരാത്മാവ് പോലും എന്താവണു എന്നാണ് പറയുന്നത്? ശുദ്ധമാവണു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ആ ജലത്തിന്റെ പവിത്രത ശുദ്ധമായി. ഇപ്പൊ നമ്മൾ കപ്പ പറിക്കുന്നുണ്ട്, അത് ഭയങ്കര ചളിയിലാണ് അത് നമ്മൾ പറിച്ചെടുക്കുക അല്ലെ. ആ ചളി പോവാൻ നമ്മൾ എന്താ ചെയ്യണത്? ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകി കളയാണ് ചെയ്യുന്നത്. അപ്പൊ എത്രമാത്രം പവർഫുൾ ആണ് ആ ശക്തി എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അപ്പോ ആ ശുദ്ധത എന്നുള്ളത്, ആ പ്യൂരിറ്റി എന്നുള്ളത് ഞാൻ പഠിച്ചത് ജലത്തിൽ നിന്നാണ് എന്നാണ് ഇവിടെ അവധൂതൻ പറയുന്നത്. അതിനുശേഷം പറയുന്നത് അഗ്നി. അഗ്നിയിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു? എന്ത് കിട്ടിയാലും സ്വീകരിക്കാൻ. അഗ്നിയിലേക്ക് സ്വാഹ എന്നും പറഞ്ഞ് നമ്മളെ എന്തൊക്കെ ഹോമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അഗ്നി അതിനെ വേണ്ടാന്ന് പറയണുണ്ടോ? ഇല്ല. ഇന്നത്തെ നമ്മൾ കണ്ടുപിടിച്ച ഈ മനുഷ്യന്റെ നിർമ്മിതിയായ ഒരു പ്ലാസ്റ്റിക് ഒഴികെ വേറെ എന്ത് അഗ്നിയിലിട്ടാലും അത് ഹോമിക്കും. അപ്പൊ അതുപോലെയുള്ള ഒരു മെന്റാലിറ്റി, ഏത് ഭക്ഷണം കിട്ടിയാലും നല്ല ഭക്ഷണങ്ങൾ, അത് നമ്മൾക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളായാല് അത് സ്വീകരിക്കാൻ, അതായത് ജീവിതത്തിലെ ദുഃഖങ്ങള് സുഖങ്ങള് എന്തൊക്കെ വന്നാലും അത് സ്വീകരിക്കാൻ, അഗ്നിയെ പോലെ സ്വീകരിക്കാനുള്ള മനസ്ഥിതി നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയാണ് നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏത് കോടീശ്വരനും എന്നും സുഖം അല്ലെങ്കിൽ എന്നും ദുഃഖം ഉണ്ടാവില്ലല്ലോ. അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ അഗ്നിയെ പോലെ അത് സ്വീകരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അത് അവധൂതൻ പറയാണ്, ആ കഴിവ് എനിക്ക് കിട്ടിയത് അഗ്നിയിൽ നിന്നാണ് എന്ന് പറയാണ്. അതാണ് പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള തത്വങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ പറയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ തന്നെയാണ് അത് പറയുന്നത്. ചന്ദ്രന് ഒരിക്കലും എന്ന് നമ്മൾ പറയുന്നുണ്ട് ക്രെസന്റ് ഷേപ്പ് വരുന്നുണ്ട്, കുറച്ചും കൂടി വലുതാവുന്നുണ്ട് 3, അതിലും കുറച്ചും കൂടി. അങ്ങനെ
ചന്ദ്രനെ യാതൊരു വിധം മാറ്റമില്ല. ഭൂമിയുടെ നിഴലതിൽ പതിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കണം ഒരു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത്. പല ആൾക്കാരും നമ്മളെ കുറിച്ച് പലതും പറയും. ആ പറയുന്ന സമയത്ത് ചിലവര് നല്ലത് പറയും, ചിലവര് നന്നല്ലാത്തത് പറയും. അപ്പൊ നമ്മൾ അതിനെ അനുസരിച്ച് താഴെ പൊങ്ങി ഒന്നും ചെയ്യേണ്ട യാതൊരു വിധ ആവശ്യമില്ല. നമ്മളെപ്പോ എങ്ങനെ വേണം, നമ്മൾ എന്നും ഒരേ നിലയിൽ നിലകൊള്ളുന്നവരായിരിക്കണം. അപ്പോ പൗർണമി ദിവസം നമുക്ക് ചന്ദ്രനെ പൂർണ്ണനായി കാണാൻ പറ്റുന്നത് കൊണ്ട് ഭൂമിയുടെ ഷാഡോ കംപ്ലീറ്റ് അവിടുന്ന് മാറണോണ്ടാണ്. അപ്പൊ ആ ചന്ദ്രൻ എന്നും പൂർണ്ണനാണ്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ആത്മാവ്. പറയുന്നവര് പറഞ്ഞോട്ടെ, നന്നല്ലാത്തത് പറയുന്നവരുണ്ടാവും. പല ആൾക്കാരുടെ കണ്ണില് പല രീതിയിലാണ് സ്വഭാവങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതിനെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ ആത്മാവ് ആരെ പോലെ വെക്കണം എന്നാണ് പറയണത്? പ്രകാശം ചൊരിക്കുന്ന ചന്ദ്രനെ പോലെ വെക്കണം എന്നുള്ളതാണ് അവിടെ പറയണത്. അതിനുശേഷം ഏഴാമത്തെ പറയണത് എന്താ വെച്ചാൽ സൂര്യനാണ്. സൂര്യൻ എന്താണ്? സൂര്യനിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? സൂര്യൻ എന്ന് പറഞ്ഞാൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന പ്രഭാഗോളമാണ്. അതുപോലെ പ്രഭ ചൊരിക്കുന്നതാവട്ടെ നമ്മളുടെ ആത്മാവ് എന്നുള്ളതാണ് പറയണത്. അതായത് ഒരു ഡിഫറെന്റ് ഷേപ്സിലുള്ള പാത്രങ്ങൾ താഴെ വെച്ചിട്ട് സൂര്യന്റെ കിരണങ്ങൾ അതിലേക്ക്, സൂര്യന്റെ ആ ഛായ നമ്മൾക്ക് അതിലേക്ക് ഇതാക്കി കഴിഞ്ഞാല്, പതിപ്പിച്ചു കഴിഞ്ഞാല്, ആ താഴെയുള്ള പാത്രം നമ്മൾ എത്ര ഇളക്കിയാലും സൂര്യന് വല്ല മാറ്റവും വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഏതൊക്കെ ഷേപ്പുള്ള പാത്രങ്ങൾ വെച്ചോ അതിലെല്ലാം ഒരേപോലെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈ സൂര്യന്റെ പ്രഭ വരുന്നുണ്ട്. അതുപോലെയാണ് എല്ലാവരുടെ മനസ്സിലുള്ള ആത്മാവ് ഒന്ന് തന്നെയാണ്. പല ആൾക്കാരുടെ സത്വ രജ തമോ ഗുണങ്ങളുടെ ആ പ്രസരിപ്പ് പോലെ ആത്മാവിന് എന്ത് വരും? വ്യത്യാസങ്ങൾ വരും എന്നുള്ളതാണ് പറയുന്നത്. സത്വഗുണമുള്ളവരുടെ മനസ്സിൽ ആത്മാവ് പ്രവർത്തിക്കണ പോലെ ആവില്ല രജോ ഗുണമുള്ളവരുടെ മനസ്സിൽ പ്രവർത്തിക്കുക. കാര്യം എന്താ വെച്ചാൽ അവര് കംപ്ലീറ്റ് രജോസിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവം അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. തമോ ഗുണികൾക്കാവട്ടെ ആ സൂര്യന്റെ പ്രകാശം അറിയേയില്ല. അങ്ങനെയാണല്ലോ ഭൂമിയിലുള്ള മനുഷ്യര്. ഇപ്പോ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അതിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു, അതിനെ കുത്തിക്കൊല്ലണു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നല്ല സാത്വിക ഗുണമാണ് അയാളുടെ മനസ്സിലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ആ തമോ ഗുണം, തമസ്സാണ് അത് കാണിക്കണത്, അല്ലെ? ആ വിവരമില്ലായ്മയാണ് കാണിക്കണത്. അപ്പോ ആ തമോ ഗുണികളുടെ മനസ്സിൽ ഒരു സൂര്യന്റെ പ്രഭ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ പ്രഭ അവിടെ ചൊരിയാനായിട്ട് പറ്റില്ല. അപ്പൊ അതാണ് സൂര്യനിൽ നിന്ന് എവിടെയും ഒരുപോലെ പ്രകാശിക്കുന്നവനാണ് സൂര്യൻ. പക്ഷെ എന്താണ്, അത് പാത്രങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് എന്തുണ്ടാവും? അതിന്റെ പ്രകാശത്തിന്. ഇപ്പൊ കലങ്ങിയ വെള്ളത്തില് നമ്മൾ സൂര്യന്റെ പ്രഭ കാണാൻ പറ്റുമോ? നമുക്ക് പറ്റില്ലല്ലോ. അതുപോലെ കലങ്ങിയ ഒരു ആത്മാവില് സൂര്യപ്രഭ വരില്ല. അപ്പൊ അതാണ് പറയണത്, സൂര്യന്റെ പ്രഭ നമ്മളുടെ മനസ്സിലെ ശരീരത്തിലെ നേരവണ്ണം അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാത്വിക ഗുണം ആർക്കുണ്ടാവണം എന്നാ പറയണത്? മനുഷ്യനുണ്ടാവണം എന്നുള്ളതാണ് പറയണത്. അതാണ് ഞാൻ സൂര്യനിൽ നിന്ന് എപ്പോഴും കത്തിജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ സൂര്യനിൽ നിന്ന് പഠിച്ചത് എന്ന് പറയാണ്. അതിനുശേഷം ഇണപ്രാവുകളെയാണ് പറയണത്. ഇണപ്രാവുകള് ഒരു കാട്ടില് ഒരു 2 പ്രാവുകൾ ഉണ്ടായിരുന്നു അത്രേ. അപ്പോ ആ പ്രാവുകള് എന്താണ്, അവരുടെ ഫാമിലി, ഭാര്യ, മക്കളെ, കുട്ടികളെ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ജീവിച്ചിരിക്കുകയാണ് അത്രേ. അപ്പൊ ഒരു ദിവസം ഈ ഒരു പ്രാവ് ഭക്ഷണം തേടാനായിട്ട് പോയ സമയത്ത് തിരിച്ചു വന്നപ്പോ ഭാര്യയും മക്കളെയും ഒരു വേടൻ വല വിരിച്ചിട്ട് അതില് പിടിച്ചിരിക്കുന്ന കണ്ടു. ഈ ഭാര്യയും മക്കളെയും പിടിച്ചത് കണ്ടപ്പോ ആ ഇണപ്രാവിന് ഭയങ്കര വിഷമായി എന്നാണ് പറയണത്. അപ്പോ ആ അച്ഛൻ പ്രാവ് എന്ത് ചെയ്തു അത്രേ? വിഷമം സഹിക്കാൻ വയ്യാണ്ട് ആ വേടന്റെ വലയിൽ പോയി കുരുങ്ങി എന്നുള്ളതാണ് പറയണത്. അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ്, അതായത് എല്ലാവർക്കും ഫാമിലി എന്നുള്ളത് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് എന്താണ് പറയാ, കുടുംബ ജീവിതം നയിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ വിഷയസുഖങ്ങളിൽ നമ്മൾ മുങ്ങിയിട്ട് അങ്ങനെ ഒരിക്കലും വിട്ട് മക്കളില്ല, അല്ലെങ്കിൽ ഭർത്താവില്ല, അല്ലെങ്കിൽ ഭാര്യ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല ജീവിതം എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ജീവിക്കണം. അതാണ് ഞാൻ ഇണപ്രാവുകളിൽ നിന്ന് പഠിച്ചത്. കാര്യം ആ ഭർത്താവ് പ്രാവ് എന്താണ് വിവരമില്ലായ്മത്രല്ലേ കാണിച്ചത്. അപ്പോ അവിടെ അവധൂതൻ പറയാണ്, അങ്ങനെ ആ പ്രാവും പോയി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി ഒരു ജന്മം ആ ജീവിതം അനുഭവിച്ചു തീർക്കാൻ വേണ്ടി ഇനിയും അവൻ ജനിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്താ വരണത് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കുക എന്നുള്ള ഗുണം നമുക്ക് ഉണ്ടായിരിക്കണം. അത് അല്ലാതെ ഈ ഇണപ്രാവിനെ പോലെ വേടന്റെ വലയിൽ പോയി കയറിയിട്ട് സ്വന്തം ആഹൂതി ചെയ്യരുത് എന്നുള്ളത് ഞാൻ പഠിച്ചത് ഇണപ്രാവിൽ നിന്നാണ് എന്ന് പറയാണ്. അപ്പോ 8ാമത്തെ ഗുരുവാണത്. അതിനുശേഷം 9ാമത്തെ ഗുരുവായിട്ട് കാണിക്കുന്നത് പെരുമ്പാമ്പിനെയാണ്. പെരുമ്പാമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
പെരുമ്പാമ്പ് ഒരു ഭാഗത്ത് കിടക്കുകയുള്ളൂ, വേണ്ടത് അവിടെ ചെല്ലണം അല്ലെ. അപ്പൊ യോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് പറയാണ്. എന്താണ്? പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടന്നാ മതി, നമുക്ക് വേണ്ടത്, നമുക്ക് കിട്ടേണ്ടത് അവിടെ കിട്ടും എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് കിടക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ മനസ്സിനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താവും? പെരുമ്പാമ്പും നമ്മുടെ ഗുരുവായിട്ട് മാറുകയാണ് ചെയ്യണത്. അപ്പോ ആ പെരുമ്പാമ്പിൽ നിന്ന് ഞാൻ പഠിച്ചു, യോഗിയായിട്ടുള്ള എനിക്ക് വേണ്ടത് എന്റെ അടുത്ത് കിട്ടും, അവിടെ ഞാൻ ഇരിക്കുക വേണ്ടു എന്നുള്ളത് ഞാൻ പഠിച്ചത് പെരുമ്പാമ്പിൽ നിന്നാണെന്ന് പറയാണ്. അതിനുശേഷം സമുദ്രമാണ്. അപ്പോ സമുദ്രം എങ്ങനെയാണ്? ഭയങ്കര വിശാലാണ്, ആഴമുള്ളതുമാണ്. ആർക്കെങ്കിലും അറിയോ എത്ര വിശാലാണ് സമുദ്രം എന്നുള്ളത്? ആർക്കെങ്കിലും അറിയോ സമുദ്രത്തിന്റെ ആഴം? അതുപോലെ ആയിരിക്കണം നമ്മൾ എന്നാണ് പറയുന്നത്. നാരായണീയ ആയാലും ഭഗവത്ഗീത ആയാലും ഭാഗവത ആയാലും എല്ലാം പഠിച്ചിട്ട് അതൊരു സാഗരമായിട്ട് നമ്മുടെ മനസ്സിൽ വേണം. ഇതിങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഞാൻ നാരായണീയം വായിക്കും, എനിക്ക് വളരെ നന്നായിട്ട് വായിക്കാൻ അറിയാം, ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട. സമുദ്രം അങ്ങനെ എന്തെങ്കിലും ചെയ്യണുണ്ടോ? ഗംഗ വന്നാലും യമുന വന്നാലും കാവേരി വന്നാലും ചളിവെള്ളം വന്നാലും എന്ത് വന്നാലും സമുദ്രം അക്കോമഡേറ്റ് ചെയ്യാണ് ചെയ്യണത് അല്ലെ. സമുദ്രത്തിന്റെ പ്രാബല്യം സമുദ്രം ലോകം മുഴുവനും ഞാൻ ഇത്രയും വിസ്താരമുള്ളതാണെന്ന് പറഞ്ഞു നടക്കണുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ ആ സമുദ്രത്തിനെ പോലെ എല്ലാം ഉൾക്കൊണ്ട്, സാരാംശങ്ങൾ ഉൾക്കൊണ്ട്, അതിന്റെ ആഴവും വ്യാപ്തിയും ആരും അറിയാത്ത രീതിയിൽ അത് ഉൾക്കൊള്ളാനായി കഴിയാൻ ഞാൻ പഠിച്ചത് എവിടെ നിന്നാണെന്ന് പറയണത്? സമുദ്രത്തിൽ നിന്നാണ് എന്നുള്ളത് പറയാണ്. നോക്കൂ, പ്രകൃതിയിലെ ഓരോന്നും നമ്മൾക്ക് ഗുരുക്കന്മാരാണ്. നമ്മളുടെ വീട്ടിലുള്ള ചെറിയൊരു കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ നിഷ്കളങ്കത നമ്മുടെ ഗുരുവാണ് അല്ലെ. ആ കുട്ടിയിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനില്ല എന്ന് പറയാൻ പറ്റുമോ? ആ കുട്ടിയുടെ അത് വരുന്നുണ്ട്. അപ്പോ എന്തിൽ നിന്നും നമുക്ക് പഠിക്കാം, പക്ഷെ പഠിക്കാനുള്ള ആ ഒരു മെന്റാലിറ്റി, ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള മനസ്സ് അതാർക്ക് വേണം? നമുക്ക് വേണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിൽ നിന്നും നമുക്ക് പഠിക്കാം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എല്ലാ വിവരങ്ങളും നമുക്കുണ്ട്, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കില്ല വെച്ചാൽ പിന്നെന്താണ് കാര്യം? ഒരു കാര്യമില്ല അല്ലെ. വെറുതെ നമ്മൾ സമയം കളയുക എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ സമുദ്രത്തിൽ നിന്ന് അത് പഠിച്ചു 10ാമത്തെ. അതിനുശേഷം യാംപാറ്റയാണ്. ഈയാമ്പാറ്റ കണ്ടിട്ടില്ലേ? മഴ പെയ്യണ സമയത്ത് ഇങ്ങോട്ട് പൊട്ടി മുളച്ച് വരണതാണ് ഈയാമ്പാറ്റ എന്ന് പറയുന്നത്. അപ്പോ ആ എന്താ പറയാ, ഈയാമ്പാറ്റയ്ക്ക് എന്താ പ്രത്യേകത? എവിടെയാ വെളിച്ചം വെച്ചാ ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ട് ആ വെളിച്ചത്തിൽ അങ്ങോട്ട് ഭ്രമിച്ചിട്ട് അങ്ങോട്ട് ചത്തു പോവുകയാണ് ചെയ്യണത് അല്ലെ. അപ്പൊ അതുപോലെയാണ് ചില മനുഷ്യരെ എന്ന് പറയാണ്. സ്ത്രീയും സ്വർണവും, ആ സ്ത്രീയോടും സ്വർണത്തിനോടും മമത കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ആള് എന്തുപോലെയാവും എന്നാ പറയണത്? നിമിഷ നേരം കൊണ്ട് നശിച്ചു പോവും എന്നുള്ളതാണ് പറയണത്. സ്ത്രീകൾ അപ്പൊ എന്താ, സ്ത്രീകൾ അത്ര മോശമാണോ എന്നാണ്? അങ്ങനെയല്ല, മോശമായിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. അപ്പോ മമത കൂടുമ്പോ സ്ത്രീകളെ നമ്മൾ അംഗീകരിക്കണം, ബഹുമാനിക്കണം. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഓവറായിട്ട് നമ്മൾ പരിഗണന കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ആ സ്ത്രീ തന്നെ നമ്മളുടെ നാശത്തിന് കാരണമാവും എന്നുള്ളത് വിട്ടു പറയാണ് ഭാഗവതം പറയണത്. അപ്പൊ അതാണ് പറയണത്, ഈയാമ്പാറ്റയിൽ നിന്ന് ജീവിതസുഖം സ്ത്രീയിൽ നിന്നും സ്വർണത്തിൽ നിന്നും ഒരിക്കലും ആവരുത് എന്നുള്ളത് പറഞ്ഞു തരുന്നത് ഈയാമ്പാറ്റയാണ് എന്നുള്ളത് പറയാണ്. അതിനുശേഷം പറയണത് വണ്ടിൽ നിന്ന് എന്താണ്? വണ്ട് വലിയ പൂവ്, ചെറിയ പൂ, ഞാൻ വലിയ പൂന്ന് മാത്രമാണ് തേൻ കുടിക്കൂ, അല്ലെങ്കിൽ ചെറിയ പൂന്ന് മാത്രമാണ് തേൻ കുടിക്കൂ, അങ്ങനെ എന്തെങ്കിലും പറയൂ വണ്ട്? ഇല്ലല്ലോ. ഏത് പൂവിൽ നിന്നും എന്തെടുക്കും? ആ രസം, തേൻ മാത്രം വലിച്ചെടുക്കും വണ്ട് അല്ലെ. അപ്പോ ആ വണ്ടിനെ പോലെ നമ്മുടെ ജീവിതത്തില് പല രീതിയിലുള്ള ആൾക്കാരായിട്ട് നമുക്ക് പെരുമാറേണ്ടി വരും. നല്ല ആൾക്കാരോട് മാത്രമേ ഞാൻ പെരുമാറാവൂ, ചീത്ത ആൾക്കാരോട് മാത്രമേ പെരുമാറൂ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ജോലിക്ക് പോകുന്ന സ്ഥലത്ത്, വീട്ടിലെ, കുടുംബം, എല്ലാത്തിലും പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ എല്ലാ ആൾക്കാരോടും നിങ്ങൾ പെരുമാറിക്കോളൂ, വണ്ടിനെ പോലെ ബിഹേവ് ചെയ്യൂ. അതായത് വേണ്ടത് മാത്രം എടുക്കൂ. അല്ലാണ്ട് ഒരാൾ നിന്നല്ലാത്തത് കാണിച്ചു ഒരാള് ഡ്രഗ്സ് അടിച്ച് നടക്കണ്ട, ഞാൻ അയാളുടെ പിന്നാലെ പോയി ഡ്രഗ്സ് അടിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മുടെ ഓപ്ഷനാണ്. അപ്പോ അങ്ങനെയുള്ളത് വണ്ടിനെ കണ്ടു പഠിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ആ രസം മാത്രം, വേണ്ടത് മാത്രം എടുക്കാനുള്ളത് വണ്ടിൽ നിന്ന് പഠിക്കണം. അതിന്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട്, ചില വണ്ടുകള് ആ രസം എടുത്ത് മത്തരായിട്ട് പറയാറില്ലേ, താമരപ്പൂവ് കൂമ്പണ സമയത്ത് വണ്ട് അതിന്റെ ഉള്ളിൽ പെട്ടുപോവാറുണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോ അതുപോലെ ആവരുത്. ആ മത്തില് ആറാടിയിട്ട് ഒരു കാരണവശാലും ജീവിതം കൂമിക്കരുത്. താമരപ്പൂവ് കൂമ്പി പോണ പോലെ കൂമ്പി പോയി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കിടന്ന് ആ വണ്ട് ചത്തു പോവുകയുള്ളൂ. അപ്പൊ ആ രസം എത്ര വേണം എന്നുള്ളതും ആർക്ക് അറിയണം? നമ്മൾക്ക് അറിയണം, നമ്മളുടെ ആത്മാവിന് അറിയണം എന്നുള്ളത് ഞാൻ പഠിച്ചത് വണ്ടിൽ നിന്നാണ് എന്ന് പറയാണ്. അപ്പോ അതിനുശേഷം ഇനി ശ്ലോകം 6 പറയണത്, ആനയിൽ നിന്നും തേനീച്ചയിൽ നിന്നും മാനിൽ നിന്നും മത്സ്യത്തിൽ നിന്നും തിങ്കള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയിൽ നിന്ന്, അതായത് വേശ്യ സ്ത്രീയിൽ നിന്നും പിന്നെ കുരര പക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പക്ഷിയിൽ നിന്നും എന്ത് പഠിച്ചു എന്നുള്ളതാണ് 6ാമത്തെ ശ്ലോകം പറയുന്നത്. അപ്പൊ ആന എന്താണെന്നറിയോ?
ഒരിക്കൽ കഴിഞ്ഞതിന്റെ മുമ്പത്തേല് പറഞ്ഞ പോലെ ഈ ആന എന്ന് പറയുന്ന ഇത്രയും വലിയ ജീവിയെ എങ്ങനെയാണ് പിടിക്കണത്? ഈ പിടിയാനയെ കൊണ്ട് അട്രാക്ട് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ ആണാനയെ ചെയ്യണത്. അപ്പൊ അതാണ് അവിടെ പറയണത്. പിടിയാനയെ കാണിച്ചിട്ടാണ് മറ്റേ ആനേനെ എന്തൊരു കുഴിയിലേക്ക് നമ്മൾ ചാടിക്കണത് അല്ലെ. അപ്പൊ അതുപോലെ ഉള്ള അബദ്ധങ്ങള് ആർക്കും പറ്റാതിരിക്കണം എന്നുള്ളതാണ് പറയണത്. അതായത് ഈ സ്ത്രീകളുടെ ഇതില് പെട്ടിട്ട് നമ്മളുടെ ജീവിതം ഹോമിക്കരുത്. ഒന്നിനും പിന്നാലെ സ്ത്രീകളെ അവിടെ സ്പെസിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. ഒന്നിനും പർട്ടിക്കുലർ ആയിട്ട് പിന്നാലെ പോയിട്ട് ജീവിതം ഹോമിക്കരുത് എന്നുള്ളതാണ് ആനയെ കൊണ്ട് അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തേനീച്ച എന്ന് പറയുന്നത്, തേനീച്ച എങ്ങനെയാണ്? നമ്മൾ മനുഷ്യരുടെ ഒരു പ്രധാന സ്വഭാവം അതിലുണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത് ഈ തേനീച്ച എങ്ങനെയാണെന്നറിയോ? ഒരിറ്റു തേന് പോലും തേനീച്ച കുടിക്കില്ല. പക്ഷെ എന്താണ്, തേന എല്ലായിടത്തും പോയിട്ട് ശേഖരിച്ച് വെക്കും. എന്നിട്ട് എന്താ ചെയ്യുക? ആ തേനീച്ചയെ നമ്മള് ചൂട്ടൊക്കെ കാണിച്ച് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താക്കി എന്നിട്ട് ആ തേന് മുഴുവൻ നമ്മൾ അപഹരിച്ചു പോരുകയാണ് ചെയ്യണത് അല്ലെ. നമ്മള് ആവശ്യമില്ലാണ്ട് പൂട്ടി വെക്കണ എന്തോ ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, വേറെ എന്തും ആയിക്കോട്ടെ, അതെല്ലാം നാളെ നമ്മളുടെ നാശത്തിന് തന്നെ കാരണമാവും എന്നുള്ളതാണ് പറയണത്. ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ, ഒരുപാട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അനുഭവിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സ്വരുക്കൂട്ടി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാ അത് ഉണ്ടാക്കിയെന്ന് നമ്മുടെ മക്കൾ അറിയാൻ പോലും പോണില്ല. അപ്പോ അറിയാത്തിടത്തോളം കാലം അവർക്ക് അതിന്റെ എത്ര ബുദ്ധിമുട്ടി ഉണ്ടാക്കി എന്നുള്ളത് അറിയാത്തിടത്തോളം കാലം അവർ ആ പൈസക്ക് വില തരില്ല. അവര് തോന്നിയ പോലെ അത് ചെലവാക്കി നടത്തും. അപ്പോ അവർക്ക് കൈയുണ്ട്, കാലുണ്ട്, വേണ്ട വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക, വേണ്ടത് നല്ലത് പറഞ്ഞു കൊടുക്കുക, പിന്നെ അവരെ അങ്ങോട്ട് ജീവിക്കാൻ വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. 30 വയസ്സ് 40 വയസ്സിൽ നമ്മൾ ഉപദേശിക്കാൻ പോയി പറഞ്ഞ അമ്മ അച്ഛനോട് മിണ്ടാതിരിക്കുമെന്ന് അവർ ഉറപ്പായിട്ടും പറയും. ഒരു 10, 15, 18 വയസ്സിന്റെ ഉള്ളിൽ ഉപദേശങ്ങളൊക്കെ നിർത്തിക്കൊള്ളുക. അപ്പൊ അതിനുശേഷം നമ്മളുടെ ഒപ്പമുള്ള ഒരു മനുഷ്യനായിട്ട്, അതായത് തനിക്ക് തുല്യമായിട്ട് തന്റെ മകനെ കാണുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിലപ്പുറം നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലയും അവര് തരില്ല. അച്ഛനാണ് അമ്മയാണെന്നുള്ള പ്രയോറിറ്റി പോലും അവര് തരില്ല. അതിനുള്ള ഇട ആരും വരുത്തരുത്, നമ്മൾ വരുത്തരുത്. തേനീച്ചയെ പോലെ ഒരു സ്വരുക്കൂട്ടി വെച്ച് അവർക്ക് ഇവരുണ്ട്. ഈ അടുത്ത് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു കേസിന് വേണ്ടി പോയ സമയത്ത് തൊട്ടടുത്ത വാർഡില് ഒരു ആന്റി വന്നിരിക്കുകയാണ്. 2.5 കോടി രൂപയുണ്ട് പുള്ളിയുടെ കയ്യില്. അപ്പോ ഈ 2.5 കോടി, 1 കോടി ഭർത്താവിനും കൊടുത്തു അത്രേ. ബാക്കി 1.5 കോടി രൂപ 3 മക്കൾക്ക് വേണ്ടിയിട്ട് 50 ലക്ഷം എടുത്തു വെച്ചേക്കുവാണ്. അപ്പൊ ഈ മക്കള് പറയാണ്, അമ്മയ്ക്ക് അച്ഛൻ ഈ പൈസ വേണ്ടെങ്കിൽ വല്ല കടലിലും കൊണ്ട് കളഞ്ഞോളൂ എന്ന്. അവരൊക്കെ നല്ല പൊസിഷനിലാണ്. ഈ അമ്മയുടെ ഈ 1.5 കോടി രൂപ കാരണം അവർക്കൊരു സ്വൈരവും ഇല്ലാണ്ടായി ജീവിതത്തില്. അപ്പൊ അവര് പറയണത് എന്താ വെച്ചാൽ, എന്താണ് ഈ കാശ് കൊണ്ട് കാരണം? അമ്മ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു സ്വൈരം പറയണത് ഞങ്ങൾക്ക് തരണില്ല. അമ്മയ്ക്ക് അത് ചെലവായി പോകുന്ന അമ്മയ്ക്ക് പേടി. അപ്പൊ എന്താ വെച്ചാൽ എപ്പോഴും ഇവർക്ക് പ്രോബ്ലംസ് ആണ്. ഇവർക്ക് മനസമാധാനം പറയണതില്ല, എന്നും ഹോസ്പിറ്റലിലാണ്. എന്താ ഹോസ്പിറ്റലിൽ ബില്ല് കൊടുക്കേണ്ട സമയത്ത് വലിയ വിഷമമാണ്, ഇത്രയൊക്കെ കാശ് വെറുതെ പോവല്ലേ എന്ന്. നോക്കൂ, ഒരാള് കാരണം ഒരു കുടുംബം മുഴുവനും ബുദ്ധിമുട്ടുന്നത് കണ്ണിന്റെ നേരെ മുമ്പിൽ കാണുകയാണ് ചെയ്തത്. അപ്പോ അതിനുള്ള അവസരങ്ങളൊന്നും തേനീച്ച പോലെ നമ്മൾ കൂട്ടി വെച്ച് ഉണ്ടാക്കിയിട്ട് ചെയ്യരുത്. ഇല്ലാത്തവർക്ക് കൊടുത്തോളൂ. അതിന്റെ പുണ്യം അടുത്ത ജന്മം നമുക്കും നമ്മുടെ മക്കൾക്കും തന്നെയാണ് കിട്ടുക. അപ്പോ അത് അവിടെ നിന്ന് പഠിച്ചു എന്നുള്ളതാണ് പറയണത്. പിന്നെ മാനിൽ നിന്ന് 15ാമത് പറയുന്നത് മാനിൽ നിന്ന് പഠിക്കണത്. അതായത് ഈ ബാനിനെ വല വിരിച്ച് പിടിക്കുക എങ്ങനെയാത്രേ? ഗ്രാമീണ സംഗീതം പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മ്യൂസിക് ഉണ്ടാക്കിയിട്ടാണ് അത്രേ മാനിനെ പിടിക്കുക. അപ്പോ ഈ ആത്മീയതയിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ലൗകികത നമ്മൾ വിട്ടേ പറ്റുള്ളൂ. അതല്ലാണ്ട് നമുക്ക് ആത്മീയതയിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോ അതാണ് പറയണത്, മാനിനെ പോലെ എന്താ പറയാ, ഒരു പാട്ടിന്റെ പിന്നാലെ പോയിട്ട് വേടന്റെ വലയിൽ നമ്മൾ പെടരുത്. നമുക്ക് ആത്മീയത എന്നുള്ളത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൗകികത കുറേശ്ശെ ആയിട്ട് വിടാനായിട്ട് നമ്മൾ ശീലിക്കണം. അത് മാനിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ് പറയണത്. മത്സ്യം എന്ന് പറയുന്നത് പിന്നെ പറയണത് മത്സ്യത്തിനെയാണ്. ചൂണ്ടയിൽ ഇങ്ങനെ കൊളുത്തിട്ടിട്ടാണല്ലോ നമ്മൾ മത്സ്യത്തിനെ പിടിക്കണത്. അപ്പൊ പറയാണ് നമ്മുടെ രുചിയെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ആത്മീയത വേണ്ട രീതിയിൽ നമുക്ക് കിട്ടില്ല. കാര്യം എന്താണ്, ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുമല്ലോ. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് നമ്മൾ ശീലിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മത്സ്യത്തിനെ പോലെ നമ്മളെ പിടിക്കാനായ ആൾക്കാർ ഈ ഭക്ഷണം തന്നെ ഉപയോഗിക്കും ആവശ്യത്തിലധികം. അപ്പൊ ഈ മത്സ്യത്തിനെ പിടിക്കാനായി ചൂണ്ടയിടുന്ന സമയത്ത് മത്സ്യം
ആ രുചി എന്നുള്ളതിലാണ് അത്ര അത് പോയിട്ട് പിടിക്കണത്. അങ്ങനെ ആ രുചിയുടെ പിന്നാലെ നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ ശരീരത്തിനെ, ആത്മാവിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോ ആ രുചിയെ നിയന്ത്രിക്കാൻ ഞാൻ പഠിച്ചത് മത്സ്യത്തിൽ നിന്നാണ് എന്നുള്ളത് പറയാണ്. പിന്നെ പിങ്കള എന്ന് പറഞ്ഞിട്ട് ഒരു വേശ്യസ്ത്രീയിൽ നിന്ന് പോലും അവധൂതൻ പഠിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പിങ്കള എന്താണ്? പിങ്കള എല്ലാ ദിവസവും വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആഭരണങ്ങളൊക്കെ ഉടുത്ത് വളരെ സന്തോഷവതിയായിട്ട് ഇരിക്കും. പലതരം ആൾക്കാർ വരും, അവരോടൊപ്പം വളരെ സന്തോഷമായിട്ട് അന്നത്തെ രാത്രി തള്ളി നീക്കും. അതിനുശേഷം പിറ്റേ ദിവസം നിറയെ പൈസയൊക്കെയായി അവള് ഹാപ്പിയാണ്. പക്ഷെ ഒരു ദിവസം ആരും വന്നില്ല എന്ന് പറയാണ്. ആ ഒരു ദിവസം ആരും വരാത്ത ദിവസം അവൾ എന്താ ആരും വരാത്തത് എന്ന് വിചാരിച്ച് വെറുതെ ഇങ്ങനെ ചുമരിലേക്ക് നോക്കിയപ്പോഴാണ് അത്രേ ശ്രീരാമചന്ദ്രന്റെ ഒരു ചിത്രം ആ ചുമരിലിരിക്കുന്നത് അവള് കണ്ടത്. ആ ശ്രീരാമചന്ദ്രന്റെ ഭംഗിയും ആ ശ്രീരാമചന്ദ്രനെയും കണ്ടപ്പോ അവൾക്ക് ജ്ഞാനോദയം ഉണ്ടായി എന്നുള്ളതാണ് പറയണത്. എന്തേ ഞാൻ ഇത്ര കാലം ഈ പരബ്രഹ്മം ഇവിടെ ഇരുന്നിട്ട് ഞാൻ കണ്ടില്ല? എന്റെ ജീവിതം ഞാൻ ഇത്രയും കാലം നശിപ്പിച്ചു തീർത്തില്ലേ? ആ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ഞാൻ നശിപ്പിച്ചില്ലേ? ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയിട്ട് ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്ന് വിചാരിച്ച് അന്ന് മുതൽ സ്വന്തം ഭർത്താവായി ശ്രീരാമചന്ദ്രനെ പ്രാപിച്ച് അവള് മോക്ഷപ്രാപ്തി നേടി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ പിങ്കള എന്ന് പറഞ്ഞിട്ടുള്ള വേശ്യയിൽ നിന്ന് പോലും അവധൂതന് എന്തുണ്ടായി എന്നാണ് പറയുന്നത്? നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കുരവപ്പക്ഷി എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷിയുടെയാണ് പിന്നെ പറയണത്. ആ പക്ഷി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷിക്ക് ഒരു കഷ്ണം മാംസം കിട്ടി. ആ മാംസം കിട്ടിയപ്പോ അതിന് വേണ്ടത് അത് കഴിച്ചു. അതിനുശേഷം ബാക്കിയുള്ളത് അത് വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ആ വെച്ചുകൊണ്ടിരുന്നപ്പോ ബാക്കി പക്ഷികൾക്ക് ഭക്ഷണം കിട്ടാത്ത പക്ഷികള് ഈ പക്ഷിയെ ഈ കൊക്കിലിരിക്കുന്ന മാംസകഷ്ണത്തിന് വേണ്ടി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് താൻ ചെയ്ത വിഡ്ഢിത്തരം ആർക്ക് മനസ്സിലായത്? കുരവപ്പക്ഷിക്ക് മനസ്സിലായത് എന്നുള്ളത് പറയാണ്. അപ്പൊ കുരവപ്പക്ഷി ജീവനം കൊണ്ട് ആ കൊക്കിലുള്ളതിനെ ഇട്ടിട്ട് പോയി എന്നുള്ളത് പറയാണ്. അപ്പൊ ആ കുരവപ്പക്ഷിയിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ ഈവൻ ഭക്ഷണമായാൽ പോലും നമ്മളുടെ വീട്ടിൽ വേണ്ട എന്നുള്ളത് ഞാൻ പഠിച്ചത് ഈ കുരവപ്പക്ഷിയിൽ നിന്നാണ് എന്നുള്ളത് പറയാണ് അവധൂതൻ ഇവിടെ ചെയ്യണത്. അതിനുശേഷം ശ്ലോകം 7 പറയണത് കുട്ടികളിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്നുള്ളതാണ് പറയണത്. ആ ചെറിയ കുട്ടികള് അവർക്ക് എന്തൊരു നിഷ്കളങ്കത്വമാണ് അല്ലെ? അവർക്ക് യാതൊന്നിനെ കുറിച്ചും ഒരു ടെൻഷനും ഇല്ല. അപ്പോ ആ കുട്ടികളിൽ നിന്ന് ഞാൻ പഠിച്ചത് അങ്ങനെ നിഷ്കളങ്കനായിട്ട് ഇരിക്കാനും, അങ്ങനെ നിഷ്കളങ്കനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഈശ്വര വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഈശ്വര വിചാരത്തിന് വേണ്ടിയിട്ട് ആ നിഷ്കളങ്കത എന്നുള്ള ആ സ്വഭാവം ഞാൻ പഠിച്ചത് ഈ പിഞ്ചു കുട്ടികളിൽ നിന്നാണ് എന്നുള്ളത് പറയാണ്. പിന്നെ കന്യകയുടെ കയ്യിലെ വളയിൽ നിന്ന് എന്തു പഠിച്ചു, കന്യകയിൽ നിന്ന് എന്തു പഠിച്ചു എന്ന് ശ്ലോകം 7 പറയുന്നുണ്ട്. അതായത് ഒരു കന്യകയെ പെണ്ണ് കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ആൾക്കാർ വന്നു അത്രേ. സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നെല്ല് കുത്തിയിട്ട് അവിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അവള് നെല്ല് കുത്താൻ തുടങ്ങി ഇവര് പുറത്തിരിക്കണ സമയത്ത്. അപ്പൊ കയ്യിൽ കുപ്പിവളകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കുപ്പിവളകള് എന്താണ് ഈ നെല്ല് ഇടിക്കുന്ന സമയത്ത് കുപ്പിവളകൾ കൂട്ടിയിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കൂട്ടിയിടിച്ചപ്പോ ആ കുപ്പിവളകളെല്ലാം ഊരി വെച്ചു. അവസാനം 2 ആയപ്പോ 2 കൂട്ടിയിടിക്കുകയാണ് അത്രേ. അപ്പൊ എല്ലാം ഊരി വെച്ച് ഒറ്റ വള മാത്രം അവള് കയ്യിലിട്ടു എന്നുള്ളതാണ് പറയണത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരാളോടും ഈ അസൂയ, കുനിട്ട്, കുശുമ്പ് അങ്ങനെയുള്ള ഇല്ലായ്മകള് ഇതൊന്നും പറയാൻ പോകരുത്. വേറൊരാളോട് പോവാൻ പറയുമ്പോഴല്ലേ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഇത് സ്പ്രെഡ് ആവണത്. നമ്മൾ പറയാണ്ടെന്നും ഒരാളും പറയില്ല അവരങ്ങനെ പറഞ്ഞു എന്നുള്ളത്. എവിടെയോ എന്തോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ കാക്ക ഛർദ്ദിച്ചു എന്നുള്ളത് കാക്കയെ ഛർദ്ദിച്ചു എന്നാക്കണ അങ്ങനത്തെ ഒരു ഇത് കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ ആവുന്നതും ഈ കുട്ടിയുടെ ഈ കുപ്പിവള പോലെ ഒരെണ്ണം ഇടുക. നമ്മള് സൈലന്റ് ആയി നമ്മളുടെ കാര്യങ്ങൾ നോക്കി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ആ കുട്ടിയുടെ കുപ്പിവളയിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ് അവിടെ പറയണത്. അത് കഴിഞ്ഞതിന് ശേഷം ശരം ഉണ്ടാക്കുന്ന ആള്, അതായത് ഒരു ശരം കറക്റ്റ് നമ്മൾ എവിടേക്കാണ് 21-ാമത്തെയാണ് ശരം ഉണ്ടാക്കുന്ന ആള് കേട്ടോ. ഈ ശരം ഉണ്ടാക്കുന്ന ആളിൽ നിന്ന് എന്ത് പഠിച്ചു? അത്രയും സൂക്ഷ്മതയോട് വേണത്രേ ആ ശരം എന്നുള്ളത് ഉണ്ടാക്കാൻ. അതല്ലെങ്കിൽ അമ്പ അയക്കണ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഒരു കറക്റ്റ് പോയിന്റ് ആണല്ലോ അത്, ആ പോയിന്റിലേക്ക് അത് എത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പറയാണ് ആ ശരം ഉണ്ടാക്കുന്ന ആള് ഈവൻ രാജാവ് അവിടെ വന്നാൽ പോലും അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ആ ശരം ഉണ്ടാക്കുന്ന ആളിൽ നിന്ന് ഞാൻ ശ്രദ്ധ എന്നുള്ളത് എന്താന്ന് പഠിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് വേണം? അത്രത്തോളം ശ്രദ്ധയോടുകൂടി വേണം അത് ചെയ്യാൻ എന്നുള്ളത് ഞാൻ പഠിച്ചത് എവിടെ നിന്നാണെന്നാ പറയണത്? ശരം ഉണ്ടാക്കുന്ന ആളിൽ നിന്നാണ് പഠിച്ചത് എന്നുള്ളത് പറയാണ്. പിന്നെ പാമ്പിൽ നിന്ന് എന്ത് പഠിച്ചു എന്നാ പറയണത്? എലി ഉണ്ടാക്കണ മാളത്തിലാണ് എന്ത്
പാമ്പ് പോയി കിടക്കുക. എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കിട്ടിയാൽ മതി. നമ്മളുടെ ഈ ശരീരത്തിനെ ഒതുക്കല്ലേ വേണ്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് വീട് എന്നുള്ളത് വലിയൊരു ആർഭാടാണ്. ഈ വാട്സപ്പും പ്രൊഫൈലും സ്റ്റാറ്റസും ഫോട്ടോ ഒക്കെ വന്നപ്പോ പിന്നെ വീട് അതൊരു ആഭരണമായി മാറി ആൾക്കാർക്ക്, അല്ലെ? ഇതെല്ലാം ഇതിപ്പോ വീട് ഉണ്ടായിട്ട് കാര്യമില്ല, ഇതിപ്പോ 4 പേര് കാണണ്ടേ, എന്നാലല്ലേ ഇപ്പൊ ഇതിനൊരു കാര്യമുള്ളൂ. അപ്പൊ അതുപോലെ പാമ്പിനെ പോലെ നമ്മൾ പഠിക്കണം, എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളത് പറയാണ്. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്ന സമയത്ത് ഒരൊറ്റ റൂമിന്റെ ഉള്ളിൽ അച്ഛനും അമ്മയും മക്കളും കിടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു, അല്ലെ? ഇന്നും ഒരച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് 5 ബെഡ്റൂമുള്ള വീടാണ്. എന്നിട്ട് അവിടെ കള്ളന്മാര് കയറുകയായി, അതായി ഇതായി, CCTV ക്യാമറയായി, എന്തൊക്കെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആ തിരിച്ചറിവ് ഞാൻ പാമ്പിൽ നിന്നാണ് പഠിച്ചത്. എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കാൻ അത്രേ ഉള്ളൂ എന്റെ ജീവിതം എന്നുള്ളത് ഞാൻ പഠിച്ചത് പാമ്പിൽ നിന്നാണെന്നാണ് പറയുന്നത്. എട്ടുകാലി എന്താണ്? എട്ടുകാലിയുടെ വായിൽ നിന്ന് വരുന്ന ഒരു സ്രവം കൊണ്ടാണ് എട്ടുകാലി എന്തുണ്ടാക്കണത്? എട്ടുകാലിയുടെ വല ഉണ്ടാക്കുന്നത്. ആ വലയിൽ ഇരയെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എട്ടുകാലി ആ വല ഉള്ളിലേക്ക് തന്നെ വലിക്കുകയാണ് ചെയ്യുക. ഭഗവാൻ നാരായണൻ ഇങ്ങനെയാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയത് എട്ടുകാലിയിൽ നിന്നാണെന്ന് പറയാണ്. അതായത് ഭഗവാൻ എപ്പോ ഈ ഭൂമിയിൽ ഓരോ യുഗങ്ങൾ കഴിയുന്ന സമയത്ത് പുതിയൊരു ക്രിയേഷൻ വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഭഗവാൻ എല്ലാം സൃഷ്ടിക്കണു. അതെല്ലാം കഴിഞ്ഞ് ഒരു പ്രളയത്തിന് ശേഷം എല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക് തന്നെ വലിച്ച് ഒതുക്കണു. അപ്പോ ഇത് ഞാൻ പഠിച്ചത് എട്ടുകാലിയിൽ നിന്നാണ് എന്ന് പറയാണ് 23ാമത്തെ ഗുരുക്കൻ. 24ാമത്തെ ഗുരുക്കൻ ആരാണ്? ഗുരു ആരാണ്? വേട്ടാളനാണ്. വേട്ടാളൻ എങ്ങനെയാണെന്നറിയോ? വേട്ടാളന് സ്വന്തമായിട്ട് കുട്ടികൾ ഉണ്ടാവില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പുഴുവിനെ കൊണ്ടുവന്നിട്ട് ഒരു കൂട്ടിൽ വെച്ചിട്ട് ആ വേട്ടാളൻ അതിനെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കും എന്നാണ് പറയുന്നത്. കുറെ കാലം അങ്ങനെ നോക്കി ആ പുഴു ഈ വേട്ടാളനെയും നോക്കും, വേട്ടാളൻ ആ പുഴുവിനെയും നോക്കുത്രേ. അങ്ങനെ നോക്കി കാലക്രമേണ ആ പുഴു ഈ വേട്ടാളനായി മാറും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അതുപോലെ ഏതു ഭാവത്തിലോ ആയിക്കോട്ടെ ഭഗവാനെ സ്മരണം ചെയ്യുക. ഭഗവാനെ സ്മരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിലും ആ ഭഗവത് ഭാവം വരും. ഈ വേട്ടാളൻ എങ്ങനെയാണോ പുഴുവിനെ വേട്ടാളനാക്കി മാറ്റുന്നത്, അത് ഏത് രീതിയും ആയിക്കോട്ടെ, നല്ല രീതി ആയിക്കോട്ടെ, നന്നല്ലാത്ത രീതി ആയിക്കോട്ടെ, ആ രീതിയിൽ കൂടെ നമ്മൾ ഭഗവാനെ സ്മരണം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ആ ആത്മചൈതന്യം നമ്മളും ഭഗവാനായി മാറും എന്നുള്ള തത്വം ഞാൻ മനസ്സിലാക്കിയത് ഈ വേട്ടാളനിൽ നിന്നാണ് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അവധൂത ഗീത അവിടെ അവസാനിക്കുകയാണ് ചെയ്യണത്. ഇതാണ് 24 ഗുരുക്കന്മാര് എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായം. ഈ 24 ഗുരുക്കന്മാരെ മാത്രം മതിയല്ലോ അല്ലെ നമ്മുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട്? ഇത്രയും നല്ല ശാസ്ത്രങ്ങളും തത്വങ്ങളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് സ്പ്രെഡ് ചെയ്തു പോയില്ല? എന്തുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് ഇത് നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് നമുക്ക് നമ്മളുടെ പാരന്റ്സ് ഇത് പറഞ്ഞു തന്നില്ല? അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ എല്ലാ ച്യുതികൾക്കും കാരണമായിരിക്കുന്നത്. ഇനിയെങ്കിലും ഇവിടുന്നെങ്കിലും നമുക്ക് തുടങ്ങാം. നമ്മളുടെ പേരക്കുട്ടികൾക്കോ മക്കൾക്കോ ഒരു സമയം പോക്കിന് എന്ന രീതിയിലെങ്കിലും ഇതുപോലെയുള്ള ഈ 24 ഗുരുക്കന്മാരുടെ കഥകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇന്നത്തെ ജനറേഷൻ ഒട്ടും മോശമൊന്നുമല്ല. അവർ പറഞ്ഞാൽ അംഗീകരിക്കാത്തവരല്ല. നമ്മൾ അവരെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അവോയ്ഡ് ചെയ്യാണ്. കളിക്കാൻ സമയമില്ല, വേറെ ഒന്നിനും സമയമില്ല. അവരെ പഠിപ്പിച്ച് അവസാനം എന്താവും അവസ്ഥ എന്നറിയോ? കൃഷി ഇറക്കാൻ ആളില്ലാണ്ട് ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇവരുടെ കുട്ടികളും തന്നെ പോയിട്ട് ഇറക്കേണ്ടി വരും. കാര്യം ഡോക്ടർമാരും എഞ്ചിനീയർമാർക്കും അരി കിട്ടണ്ടേ, കാശ് കൊടുത്താൽ സാധനം കിട്ടണ്ടേ? അതില്ലാത്ത ഒരു കാലം വരുമ്പോ ഇവരൊക്കെ അതിനും ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറാൻ ഇനി അധികം താമസമില്ല. ഓൾമോസ്റ്റ് അങ്ങനെ ആയി കഴിഞ്ഞു. ആ ലെവലിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. അപ്പോ എല്ലാവർക്കും അവരവരുടെ ഫ്രീഡം കൊടുക്കുക, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ നമ്മളുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് ജീവിതം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പോ അതൊക്കെയാണ് പറയണത്. അതിനുശേഷം 8ാമത്തെ ശ്ലോകത്തില് പറയാണ് വായു ജലം ആകാശം. ഇതിൽ നിന്ന് എന്ത് സ്വീകരിക്കണം എന്നുള്ളത് വായു ജലം ആകാശം ഭൂമി കാറ്റ് ചന്ദ്രൻ സൂര്യൻ പെരുമ്പാമ്പ് എട്ടുകാലി കുട്ടികൾ എന്നിൽ നിന്ന് മനസ്സിലായി. അതുപോലെ അമ്പുണ്ടാക്കുന്നവൻ അവരിൽ നിന്ന് മനസ്സിലായി. ഉപേക്ഷിക്കേണ്ടത് എന്താന്ന്? മാടപ്രാവ് മത്സ്യം മാന കുമാരി ആന പാമ്പ് ഈയം പാറ്റ ഉരകപക്ഷി എന്നുള്ളതിൽ നിന്ന് മനസ്സിലായി. എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളണ്ട എന്നുള്ളത് വണ്ട് തേനീച്ച എടുക്കുന്ന ആള് അതുപോലെ പിങ്കള ഇതിൽ നിന്ന് മനസ്സിലായി എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോ 9ാമത്തെ ഇതിൽ പറയാണ്, ഇങ്ങനെ നശിച്ചു പോകുന്ന ഈ ദേഹമാണല്ലോ ഭഗവാനെ, ഇത് ഞാൻ അറിയാണ്ട് ഞാൻ എന്തൊക്കെയാണ് ഈ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്നത്, ഭഗവാനിലേക്ക് ഞാൻ എൻ്റെ ഈ ശരീരം അർപ്പിക്കാനുള്ള ആ ഒരു ബുദ്ധി എനിക്ക് തരണേ എന്നുള്ളത് പറയാണ് ചെയ്യുന്നത്.
10ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, വിപ്രനായിട്ടുള്ള ഒരു ശരീരം എനിക്ക് തന്നിട്ടും എനിക്ക് ഈ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിപ്പെടാനല്ലേ സാധിച്ചത്. അപ്പോ ഈ ശരീരത്തിന് ഭഗവാന് ഞാൻ സാഷ്ടാംഗം തരാനുള്ള ആ ഒരു ശക്തി എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് 24 ഗുരുക്കന്മാര് എന്നുള്ള അധ്യായം ഇവിടെ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന് സമർപ്പിക്കുകയാണ്. സമയം കുറച്ച് വൈകിയെന്നറിയാം. ഇതിലും ചുരുക്കി പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കുമല്ലോ. ഹരിയോ. കായേന വാചാൻ മനസ്സേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം അക്ക. ഇങ്ങനെ ഇന്നത്തെ നാരായണീയ പഠനം വളരെ രസകരമായി തന്നെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലിയ വിമല അക്ക, ചാൻഡിങ് ഗൈഡൻസ് നൽകിയ ജയശ്രീ അക്ക, ചാൻഡിങ് ഡെപ്യൂട്ടേഷൻ ചെയ്ത ലത അക്ക, ഓമനക്കുട്ടി അക്ക, ജയന്തനണ്ണൻ, അതുപോലെ ഈ ശ്ലോകങ്ങളുടെ എല്ലാം വിശദീകരണം വളരെ രസകരമായും സ്പഷ്ടമായും മനസ്സിലാക്കി തന്ന ജ്യോതിയക്ക, അതുപോലെ തന്നെ ഇന്ന് ബാക്കപ്പിനായി തയ്യാറായി നിന്ന ഗിരിജയക്ക, ഇവർക്കെല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും ഈ സമിതിയുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാത്തിനുമുപരി ഈ സംരംഭത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ ഇന്ദിരാക്ക, അതുപോലെ സുനേനാക്ക വീഡിയോ റെക്കോർഡിങ്ങും എല്ലാം വളരെ കൃത്യതയോടെ കൈകാര്യം ചെയ്യുന്ന അക്കയ്ക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ യോഗബന്ധുക്കൾക്കും സമിതിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് ഇങ്ങനെ ആങ്കറിംഗ് ചെയ്യാൻ ഇവിടെ അവസരം തന്ന ഇന്ദിരാക്കയ്ക്കും ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഹരിയോം. ലോകകല്യാണ മന്ത്രം ചൊല്ലാം. കൈകൾ നമസ്കാരസ്ഥിതി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.